നമസ്കാരം. നമുക്കിന്ന് പരിചയപ്പെടുന്ന ആൾ പ്രൊഫസർ ശോശാമ്മ ഐപ്പാണ്. ശോശാമ്മ ടീച്ചറിനെ എനിക്ക് 25 വർഷത്തിൽ കൂടുതലായി അറിയാം. ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത, ടീച്ചർ ഒരു വലിയ ശാസ്ത്രജ്ഞയാണെന്ന് മാത്രമല്ല, അതിനപ്പുറം ഈ സ്വന്തം ഒരു നിലപാടിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ യുദ്ധം ചെയ്ത് വളരെ പ്രയാസങ്ങൾ ഒരുപാട് സഹിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ആ ഒരു കഷ്ടപ്പാട് കാലം ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മളത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ടീച്ചർ കേരളത്തിലിപ്പോൾ വന്ന സ്ഥിതിക്ക്, കാരണം ടീച്ചർ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ടീച്ചറിൻ്റെ മക്കളുടെ കൂടെ വിദേശത്താണ്. ആണ്ടിൽ 6 മാസം ഇവിടെയും 6 മാസം അവിടെയുമാണ്. അപ്പോൾ ഇപ്പോൾ ടീച്ചറിന് നമ്മുടെ ഈ നാടൻ പശുക്കളെ തിരിച്ചു കൊണ്ടുവന്ന ടീച്ചറിന് വലിയൊരു പങ്കുണ്ട്. നമ്മൾ ഈ വനം വെച്ച് പിടിപ്പിക്കുന്നിടത്തെല്ലാം ആ പരിപാടി വിജയിക്കുന്നതിൽ ഈ നാടൻ പശുക്കൾക്ക് ഇപ്പോൾ വലിയൊരു പങ്കുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ നാടൻ ജീവികളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ആശയം തന്നെ ഇന്ത്യയിൽ തുടങ്ങിയത് ടീച്ചറിൻ്റെ ഗവേഷണ പദ്ധതിയോടെയാണ്. അപ്പോൾ അതേക്കുറിച്ച് നമുക്ക് ടീച്ചർ തന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാം. ടീച്ചർ, നമ്മൾ ഈ നാടൻ പശുവിനെ സംരക്ഷിക്കണം എന്നുള്ളൊരു ആശയം, അതായത് ഈ എല്ലാ ധവള വിപ്ലവം വന്നു കഴിഞ്ഞിട്ട് വലിയ പശുക്കളും മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ടീച്ചർ ചെറിയ പശുവിനെ സംരക്ഷിക്കാൻ നോക്കാം എന്ന് പറഞ്ഞത്. ടീച്ചറിന് അങ്ങനെ ഒരു ആശയം തോന്നാനുള്ളൊരു കാര്യം എന്താണ്? അങ്ങനെ ഇപ്പം നമുക്ക് ഒന്നാമത് ഞങ്ങളുടെ സ്ഥലം കുട്ടനാട് ആണ്. അപ്പോൾ ഈ കുട്ടനാടിൽ വെച്ചൂർ ഉൾപ്പെടെയുള്ള ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ വെച്ചൂർ പശു അന്നത്തെ കാലത്ത് സുലഭമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വന്നപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഒരു 1950 അല്ലേ, ആ സമയമായിരിക്കുമല്ലോ. ഒരു 50-നും 60-നും ഇടയ്ക്കായിട്ട് തുടങ്ങി. അന്ന് പക്ഷേ ഈ സിൻഡിയൊക്കെ വെച്ചാൽ തുടങ്ങിയത്, ഈ സിൻഡി ബുൾസിനൊക്കെ യൂസ് ചെയ്താണ് തുടങ്ങിയത്. ഇത് അതായത് ഒരു ഇൻഡിജിനസിൽ തന്നെ നമ്മുടെ ഇതിൽ തന്നെ പാല് കൂടി തന്നെ വെച്ചെന്നിട്ട് ഇവിടുത്തെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ കൂടണം എന്നുള്ള ഒരിത് വന്നപ്പോഴാണ് ജേഴ്സി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ജേഴ്സി ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ കുരിശുമല ആശ്രമത്തിൽ, അന്നൊരു ഫ്രാൻസിസ് ആചാര്യ എന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഗവൺമെൻറ്റിലേക്ക് വേണ്ട സെമൻ കളക്ട് ചെയ്തതും അവരുടെ ബുൾസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ചെറിയ എമൗണ്ടും കൊടുത്തിരുന്നവർക്ക്. അപ്പോൾ എനിക്കത് വളരെ കൃത്യമായിട്ട് അറിയാം. ആദ്യം അവിടുത്തെ ഇത് കളക്ഷനൊക്കെ തുടങ്ങിയ ആളല്ലേ ബുൾസിനെ ഇവിടെ കൊണ്ടുവന്നയാളൊരു ഡോക്ടർ MBG കുറുപ്പായിരുന്നു. അദ്ദേഹം കുറച്ച് നാൾ പിന്നീട് വന്ന ഇൻഡോസിസ് പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട് പിന്നെ NDDB-യിലോട്ടൊക്കെ അങ്ങ് പോയി. അപ്പോൾ അതിന് ശേഷം വന്നത് ഡോക്ടർ C. എബ്രഹാം വർഗി, എൻ്റെ ഹസ്ബൻഡാണ് വന്നത്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്ന് ഞാനത് 62 മുതൽ 63 മുതലൊക്കെ ഞാൻ ശരിയായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ക്രോസ് ബഡ്സൊക്കെ ഉണ്ടായി. പിന്നെ ഇൻഡോസിസ് പ്രോജക്റ്റ് വന്നു 63-ൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുകൊണ്ട് മാത്രമേ, അതായത് ഈ എക്സോട്ടിക് സെമൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ നാടൻ പശുക്കളങ്ങ് ഇല്ലാതെയായി. അപ്പോഴേ നമുക്ക് നമ്മുടെ തനതായിട്ടുള്ളത് ഒന്നുമില്ലെന്നാകുമല്ലോ. നമുക്ക് നെല്ലെല്ലാം മാറിപ്പോകുന്നു, ഇതെല്ലാം മാറിപ്പോകുന്നു. അപ്പം നമുക്ക് വിദേശ ജനുസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് സംരക്ഷിക്കണമല്ലോ, നമ്മുടേതായിട്ടൊന്ന് കാണിക്കാനായാലും. നമ്മൾ വെറ്റിനറി സ്റ്റുഡൻസിനെ കാണിക്കാനെങ്കിലും നമുക്കൊന്ന് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നശിച്ചു പോകരുത് എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. അന്ന് നമുക്ക് കൂട്ടിന് കുറച്ച് ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് കുട്ടികളെയും കിട്ടി. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അനിൽ സക്രയുടെ നേതൃത്വത്തിൽ അവരുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതിനെ ഒന്ന് തിരയാൻ പോകാനും കുറച്ചെണ്ണത്തിനെ കിട്ടാനും ഒക്കെ സാധിച്ചു. ഒരുപാട് തിരഞ്ഞു കഷ്ടപ്പെട്ടു, എന്നിട്ടാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ കഷ്ടപ്പാടായിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ വലിയ പിക്നിക്ക് പോലെയാണ് പോയിരുന്നത്. അതൊരു സന്തോഷത്തോടു കൂടി പോയി. പക്ഷേ ഒരിടത്തൊന്നും കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ ഒരു ചെറിയ നിരാശയൊക്കെ ഉണ്ട്. ആ പുസ്തകത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ. പക്ഷേ അവസാനം നമുക്കൊരെട്ടെണ്ണമായിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചു. അത് 89-ലാണ് നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ അതൊരു അതൊരു ഇത്രയും വലിയൊരു ചരിത്ര മുഹൂർത്തമാകുമെന്ന് നമ്മൾ അന്ന് വിചാരിച്ചു പോലും ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറേ കൂടെ ഒരു വലിയ ലെവലിലോട്ട് അത് വന്നു. ആളുകൾ അതുപോലെ സ്വീകരിച്ചു. അതുകൊണ്ടാണ്, അതായത് കൃഷിക്കാരതിനെ വളർത്താൻ താല്പര്യം കാണിച്ചാലല്ലേ കാര്യമുള്ളൂ, അല്ലെ എന്താ കൺസർവേഷൻ കൊണ്ട് കാര്യം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊരു കാര്യം, അവിടെ 50 പശുവിനെ നിർത്തിയത് കൊണ്ട് നാട്ടുകാർക്ക് ഗുണമില്ലല്ലോ. അപ്പോൾ അത് നാട്ടുകാരിലേക്ക് ചെല്ലണം, കൃഷിക്കാരിലേക്ക് ചെല്ലണം എന്നുള്ള ആ ഒരു നിർബന്ധവും നമുക്കുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് എണ്ണത്തിനും കൂടെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഒരു 10 വർഷമായി. അപ്പം നമ്മൾ അവരോടൊന്നും ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് തരാൻ മനസ്സില്ലായിരുന്നു. അന്ന് നമ്മൾ കൊടുത്തൊരു പ്രോമിസുണ്ട്, ഞങ്ങളിതിൻ്റെ കുട്ടികളെ നിങ്ങൾക്ക് തിരിച്ചു തരും തീർച്ചയായിട്ടും എന്നുള്ളൊരു. അത് 10 കൊല്ലം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റി, കുറച്ചെണ്ണമെങ്കിലും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം. പിന്നെ അപ്പോൾ അത് കൃഷിക്കാർക്ക് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് അതൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ടങ്ങായി.
നമ്മൾ ആദ്യം ഒന്ന് സംരക്ഷിച്ചു, അല്ലെങ്കിൽ അതിനെ കൺസേർവ് ചെയ്തു, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾ ലാബറട്ടറി തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് പുറത്തേക്ക് ഒന്നുള്ള പുറത്തേക്ക് ഒന്നുള്ള ഒരു ഇതാണ്. ഒരുപക്ഷെ ടീച്ചറെ നമുക്കിത് നാടനായതുകൊണ്ടുകൂടെ ആയിരിക്കും. കാരണം വെച്ചാൽ ആളുകൾക്ക് ഈ ആശയമായിട്ട് യോജിക്കാൻ വലിയൊരു പ്രശ്നം വരുന്നല്ലോ. ഇപ്പോൾ ഒരു പുതിയ വിത്ത് കൊണ്ടില്ലെന്ന പോലെ. പക്ഷേ ഉണ്ട് അന്ന്, കാരണം വലിയൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് പാൽ ഇതിന് കുറവാണെന്നുള്ളൊരു. അതെ 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 അതുകൊണ്ട് ഇവിടെ വന്ന സമയത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടുവന്നപ്പം. അപ്പോൾ ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുമുള്ള ഒരു കാര്യമാണ്, അതായത് ധവള വിപ്ലവം കൊണ്ടുവന്ന് ഞങ്ങൾ മുമ്പോട്ട് കേരളത്തെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഒരു ആനിമൽ ബ്രീഡിങ്ങിൻ്റെ പ്രൊഫസർ കാളവണ്ടി യുഗത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ ഒരു കമൻറ്റ്. ഞാൻ കേട്ടില്ല, ഞാനത് അറിഞ്ഞു, അത്രേ ഉള്ളൂ. എന്നെക്കാൾ ജൂനിയറായ ആളായതുകൊണ്ടായിരിക്കും അതെൻ്റെ മുമ്പിൽ പറയാൻ. അല്ല ഇതേപോലെ ഇത് പറക്കുമ്പോൾ തന്നെ ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് ഒരു പുസ്തകത്തിൽ വായിച്ചു, ഈ ഓസ്ട്രേലിയയിൽ ഇതുപോലെ യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാർ വലിയ പശുവിനെ കൊണ്ടുപോകുമായിരുന്നു. അവരങ്ങോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ അവിടെ കൊണ്ടുപോകുമ്പോൾ വലിയ വലിയ പശുക്കളാണ്. അപ്പോൾ ഈ പശുക്കൾ അവിടെ ചെന്ന് ഓസ്ട്രേലിയ മുഴുവൻ മേഞ്ഞ് നടന്നു. അപ്പോൾ പക്ഷേ ഈ പശുവിന്റെ ചാണകം മണ്ണിൽ ചേർക്കാനുള്ള വണ്ട് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ 255 ടൈപ്പ് വണ്ടുണ്ടായിട്ട് അതിൽ ഒന്നിനും പറ്റിയില്ല. അത് അവിടെ മുകളിൽ തന്നെ കിടന്ന് ഡീഗ്രേഡ് ചെയ്ത് പോകാതെ അവസാനം ബീറ്റിൽസിനെ വേറെ കൊണ്ടുപോയി ആഫ്രിക്കയെന്നോ ഇന്ത്യയെന്നോ ഏഷ്യയെന്നോ ഒക്കെ അല്ലേ? അതെ, അങ്ങനെ പല സ്ഥലത്തുനിന്ന് ഏഷ്യയെന്നോ ഒക്കെ കൊണ്ടുപോയി. അതൊരു 1965-70 സമയത്താണ് നടക്കുന്നത്. ആ സമയത്താണ് നമ്മളിവിടെ വിദേശ പശുവിനെ കൊണ്ടുവരുന്നത്. അവരിവിടെ മറ്റേ വിദേശ പശുവിന്റെ ചാണകം എങ്ങനെ ദ്രവിപ്പിക്കാമെന്ന് തലപോയിരുന്ന സമയത്താണ് നമ്മൾ പലപ്പോഴും ഇൻസെക്ട്സിന്റെ കാര്യം പറയുമ്പോഴേ ഇതൊക്കെ എല്ലാം നശിച്ചു പോവുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തേനീച്ച നശിച്ചു, അല്ലെങ്കിൽ ഈവൻ കൊതുക് നശിച്ചു പോയെന്ന് വിചാരിച്ചു. നമ്മൾ വിചാരിക്കും നമ്മളെ ഇത്ര കുത്തി ഉപദ്രവിക്കുന്നു, ഇപ്പം തന്നെ നമ്മളെ കുത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ ഈ കൊതുകുകളെ ഭക്ഷണമാക്കുന്ന അനേക പ്രാണികളുണ്ട്. അപ്പോൾ ഇതിനെ നശിപ്പിക്കുമ്പോൾ അതും പോയി. അങ്ങനെ എപ്പോഴും ഒരു ചെയിനായിട്ടല്ലേ കാര്യങ്ങൾ പോകുന്നതേ ഈ നമ്മുടെ ഈ ഒരു ബയോളജിക്കൽ ഇതിൽ വരുമ്പോഴേ. അപ്പോൾ നമുക്ക് എല്ലാ ജീവജാലങ്ങളും ഇവിടെ വേണം. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ ഇപ്പോൾ ശരിക്കും ഈ ജനറേഷനിലെ ഇപ്പോൾ ഒരു പിള്ളേർ മിന്നാമിനിങ്ങനെ കണ്ടിട്ടുള്ളവർ വളരെ കുറവാണ്. ഞാനൊരു കൊച്ചിനെ ഒരു കരിവണ്ടിനെ കാണിച്ചത് ബംബിൾ ബി ആണ് മോളെ അവള് ചോദിച്ചു, ഇതൊരു കാർട്ടൂൺ ക്യാരക്ടർ അല്ലേ ഞങ്ങളെ, അങ്ങനെ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനത്തെ ഒരു ജനറേഷൻ ആക്കി നമ്മൾ അവരെ മാറ്റുക. കാരണം നമ്മൾ ഈ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു, അവരങ്ങനെ ഇത് കാണാതെ. അതുപോലെ തന്നെ പശുവിന്റെ പാൽ എവിടെ നിന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. പശുക്കളെയൊക്കെ കൊണ്ട് കാണിക്കുക, സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഒരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മളതിൻ്റെ ഇത് അനുഭവിച്ചു തുടങ്ങി, അതായത് ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങിയപ്പം അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒന്ന് അറിയണം എന്നുള്ള ഒരു ചിന്തയിലോട്ട് മനുഷ്യർ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ ജനറേഷൻ കുറച്ചുകൂടെ ഈ എനിക്ക് ഞങ്ങളുടെ ഒരു ജനറേഷൻ്റെ അവസാന ഭാഗം വന്നപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ കഴിഞ്ഞുള്ള ജനറേഷൻ ഇപ്പോൾ വന്നു. അവർ ശരിക്കും കുറച്ചുകൂടെ ഈ ഒരു വെൽത്ത് ജനറേഷൻ, ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ജനറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നവരാണ്. ഇതിപ്പോൾ അതും കഴിഞ്ഞ് അടുത്ത വരുമ്പോൾ കൊച്ചുകുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർ കുറേ കൂടെ പ്രപഞ്ചം പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ വരുന്ന ഒരു കൾച്ചറൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത്. അതിപ്പോൾ നമ്മൾ വലിയൊരു കുറച്ചുകൂടെ ഇത് ആവശ്യമാണെന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊരു അവയർനെസ് നമ്മൾ കൊടുത്തു തുടങ്ങി. അതുകൊണ്ടാണ്, അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് തന്നെ വരുന്നതല്ലല്ലോ ഇതൊന്നും. ടീച്ചറെ, വെച്ചൂർ പശുവിൻ്റെ പാലിൻ്റെ ഗുണത്തെക്കുറിച്ച് ഒരുപാട് ചർച്ച പറയും. പണ്ടേ ഉള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്, അതായത് ആയുർവേദ വൈദ്യന്മാരായാലും അല്ലാത്ത പഴമക്കാരാണേലും എല്ലാവരും പറഞ്ഞ് ഈ വെച്ചൂർ പശുവിൻ്റെ പാല് നമുക്ക് ആർക്കും കൊടുക്കാം. അതായത് പ്രായമുള്ളവർക്കാണേലും രോഗത്തിൽ നിന്ന് വിമുക്തി നേടി വരുന്നവർക്കായാലും, അതായത് കൺവാലസിങ് പീപ്പിൾ ആണെങ്കിലും അത് വരുന്നില്ല. അപ്പം ഇതാർക്കും കൊടുക്കാം എന്നുള്ളതാണ്. അപ്പം അത് വളരെ പെട്ടെന്ന് ദഹിക്കും. മറ്റേ പശുവിൻ്റെ അല്ല എരുമപ്പാൽ പോലും ഒന്നും അല്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ് എന്നൊക്കെ ഉള്ളത്. അത് ഒരു വിശ്വാസമായിട്ട് കിടക്കുകയായിരുന്നു. അത് ആളുകൾക്ക് അനുഭവമുണ്ട്. പക്ഷെ പിന്നീട് നമ്മളിവിടെ ഒരു വർക്ക് ചെയ്തു, അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾ സൈസിനെ പറ്റി ഒരു വർക്ക് ചെയ്തു. അതിവിടുത്തെ തിരുപ്പതി വെങ്കടാചലപതിയാണ് ചെയ്തത്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ പ്രൊഫസറായിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. അങ്ങനെയാണ് ഇത് ചെയ്തു കഴിഞ്ഞപ്പോഴേ ഈ വെച്ചൂർ പശുവിൻ്റെ പാലിൻ്റെ, അതായത് കൊഴുപ്പിൻ്റെ കണിക, അതായത് ഫാറ്റ് ഗ്ലോബ്യൂൾസിൻ്റെ സൈസ് അളന്ന് നോക്കിയപ്പം അത് എരുമപ്പാലിനേക്കാൾ വളരെ ചെറുതാണ്. ക്രോസ് ബ്രെഡ് പശുവിൻ്റെ പാലിനേക്കാൾ വളരെ ചെറുതാണ്. അതുപോലെ ആട്ടും പാലിനേക്കാൾ അല്പം കൂടെ കൂടുതലുമുണ്ട്. അപ്പോൾ ഇതതിൻ്റെ ഒരു ഗ്രഡേഷൻ വന്നത്. എരുമ, ക്രോസ് ബ്രെഡ്, വെച്ചൂര്, ആട്ടുംപാലാണ് സാധാരണ നമ്മൾ മരുന്ന് ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ വെച്ചൂർ പശുവിൻ്റെനും അതുപോലെ ചെറിയ ഫാറ്റ് ഗ്ലോബ്യൂൾ സൈസ് ആയതുകൊണ്ട് ഇപ്പോൾ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് ഇതവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെറുതാക്കിയല്ലേ
അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ചെറുതായതിന് ആ ഒരു ദഹനശേഷി കൂടുതലുണ്ട്. അതാണ് മറ്റൊരു ഗുണം. പിന്നത്തെ ഇത് പറഞ്ഞല്ലേ, ഇപ്പോൾ പണ്ട് മുതലേ നമ്മൾ ഈ പശുവിൻ്റെ പാല്, അതെ എല്ലാ പശുവിൻ്റെതിനും അതേ ഗുണമില്ല. ഇപ്പോൾ പഞ്ചഗവ്യം ഒക്കെ ഇതിൻ്റെ 5 സാധനങ്ങൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ, നാടൻ പശുവിൽ നിന്നുള്ള പഞ്ചഗവ്യമാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എടുത്തിട്ട് ഇപ്പം നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ സംസാരിച്ചല്ലോ, അത് നമ്മൾ വെറുതെ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഈ അവിടെ കൊണ്ടുപോയ പശുക്കളുടെ ചാണകത്തിൽ ഇത് കൊണ്ടുപോയതിൻ്റെ ബീറ്റിൽസ് ഇല്ലാഞ്ഞിട്ടെന്നുള്ളത് അത് ശരി തന്നെ. പക്ഷേ ഇപ്പം ഈ പശുവിൻ്റെ ചാണകത്തിന് വളരെ വ്യത്യാസമുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്, അതായത് യൂസ്ഫുൾ മൈക്രോബ്സ്, ഗുണകരമായിട്ടുള്ള ഈ ബാക്ടീരിയ എന്തൊക്കെ ഉണ്ടെന്ന് ഉള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ. അപ്പോൾ ഒന്നിനകത്ത് ഞാൻ കണ്ടത് 5 തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള ഇത് ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ് കണ്ടത്. പിന്നൊന്ന് കണ്ടത്, അതായത് ഇതിൻ്റെ ഫെർമെൻറ്റ് ചെയ്യുമല്ലോ ഇപ്പം, അതായത് ഈ പഞ്ചഗവ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കുകയല്ലല്ലോ, അതവിടെ വെച്ചിരുന്ന് ഇളക്കി അങ്ങനെയൊക്കെയാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഒരു ബയോഡൈനാമിക് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനകത്ത് അതിൽ കൂടുതൽ മൈക്രോബ്സ് ഉണ്ട്. അത് ഫെർമെൻറ്റേഷനും ഒക്കെ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ചാണകമായാലും അതിൽ നിന്ന് പാലുമൊക്കെ കുട്ടിയുള്ള പ്രോഡക്ട്സ് ആയാലും എല്ലാം അതിനേക്കാൾ വളരെ കൂടുതൽ ഗുണകരമാണ്, കൂടുതൽ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ട് എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഇതുപോലെ തന്നെ ഈ സുഭാഷ് പലേക്കറിന്റെ അദ്ദേഹം പറയുന്ന ഒരു നാടൻ പശുവിന്റെ ചാണകം ഉപയോഗിക്കണമെന്നാണ് ഈ അതെ അദ്ദേഹം പറയുന്നതാണ്. എന്ന് മാത്രമല്ല, ഈ ഓർഗാനിക് ഫാമിംഗ് അല്ലെ പലേക്കർ ഫാമിംഗ് വന്നതാണ് നമ്മുടെ നാടൻ പശുവിന് നല്ലൊരു ബൂസ്റ്റ് കിട്ടാനുള്ള ഇടയായത്. അതുകൊണ്ട് സീറോ ബഡ്ജറ്റ് ഫാമിംഗ് എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റു പശുക്കളെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ കഠിനമായിട്ട് പറഞ്ഞു കളയും. അത് പന്നിയാന്ന് വരെയാണ് പറയുന്നത്, ഇതൊന്നും പശുവല്ല. അപ്പം ഏതായാലും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഫോളോവേഴ്സായിട്ട് വരികയും. അല്ല, അത് എനിക്ക് ഞാനും അത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. ചെടിക്ക് പെട്ടെന്ന് ഒരു ബൂസ്റ്റ് വരും. ഇപ്പൊ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഈ സാധനം ഉണ്ടാക്കി തളിക്കുകയാണെങ്കിൽ അതെ ഈ ജീവാമൃതം തളിക്കുകയാണെങ്കിൽ ഇത് തളിക്കുമ്പോഴത്തേക്ക് റോസൊക്കെ കാണണം, നല്ല റെഡാ, നല്ല കളറിലാണ് ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ അതില് മിയാവാക്കി പറഞ്ഞ ഒരു മൾച്ചിങ് ആണ്. ഇപ്പൊ ഇത് ഹെവി ആയിട്ട് ഇവിടെ തന്നെ മൾച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഈ തരം മൾച്ചിങ്ങിൽ നമ്മൾ അതുകൂടെ ചെയ്യുകയാണെങ്കിൽ ഈ പിന്നെ വെള്ളം അധികം ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം കുറെ ഈ ഇത് അവിടെ തന്നെ കിടക്കുന്നു, തണുപ്പുണ്ട്, മറ്റേ ഈ മൈക്രോബ്സോടെ പറ്റി വരികയും ചെയ്യുന്നു. അതെ അതെ അതെ, ഇവിടെ അങ്ങനെ വളമൊന്നും ഇടുന്നില്ല, ഇവിടുത്തെ തെങ്ങിന്. പിന്നെ വയസ്സായ തെങ്ങുകളാ. അല്ല, ഇവിടെ ഇപ്പൊ വളമിടുന്നില്ലെങ്കിലും നമ്മുടെ ഈ മണ്ണിന്റെ ആരോഗ്യം കാണാൻ ടീച്ചറിന്റെ ഈ ഒരു കരിയപ്പ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെ കുത്തി നോക്കിയാൽ മണ്ണരയുണ്ട്. ഇവിടെ എല്ലാം കുരിപ്പ് കാണാനുണ്ട്. പിന്നെ ധാരാളമായിട്ട് ഈ പപ്പായൊക്കെ കിളുക്കുന്നുണ്ട് തന്നെ തന്നെ. അതെ, വീഴുന്ന വിത്തുകളൊക്കെ മുളയ്ക്കുന്നുണ്ട്, വിത്തെല്ലാം മുളയ്ക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ മുളകും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടെങ്കിൽ ടീച്ചർ ഇവിടെ താമസിച്ചിരുന്ന കാലത്ത്, ടീച്ചർ ഹസ്ബൻഡ് ഇവിടെ താമസിച്ചിരുന്ന കാലത്തും വന്നിട്ടുണ്ട്. 10-15 വർഷം മുമ്പ് വരുമ്പോഴേ ഇവിടെ മുഴുവൻ ഓരോ ഇഞ്ചിലും ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കത് ഓരോ സ്റ്റേജല്ലേ എല്ലാവരുടെയും. എനിക്കൊരു സംശയം കൂടെ ഇതിലുള്ളതെന്ന് ചോദിച്ചോളട്ടെ. നമ്മളിപ്പോ ഈ നാടൻ പശുവിനെ വളർത്തുമ്പോൾ പലപ്പോഴും അതിന് കൊടുക്കുന്ന ഭക്ഷണം ഈ പറയുന്ന കാലിത്തീറ്റയും മറ്റു സാധനങ്ങളും ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നാടൻ പശുവിന് കുറച്ച് നാടൻ ഭക്ഷണം തന്നെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടെ തീർച്ചയായിട്ടും. എൻ്റെ അഭിപ്രായം നാടൻ പശുവിന് ഈ കോമ്പൗണ്ടഡ് ഫീഡ് വല്ലതുമെല്ലാം ചേർത്തിട്ട് അമോണിയൊക്കെ ചേർത്തിട്ടല്ലേ ഈ വരുന്നത്, അത് കൊടുക്കരുത്. എന്ന് വെച്ചാൽ ഭക്ഷണം തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഡക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമ്മൾ തന്നെ കഴിക്കുന്ന ഭക്ഷണം അനുസരിച്ചല്ലേ നമ്മുടെ വയറിൻ്റെ സുഖമായാലും ശരീരത്തിൻ്റെ പുഷ്ടിയായാലും എല്ലാം ഇരിക്കുന്നു. അതുകൊണ്ട് പാലൊരല്പം കുറഞ്ഞാലും വേണ്ടിയല്ല, ആർട്ടിഫിഷ്യലായിട്ട് പാലങ്ങ് കൂട്ടിയില്ലെങ്കിലും കിട്ടുന്നത് നല്ലതാണല്ലോ. അതെ, അതും തന്നെയല്ല, ഒരു പശുവിന് നമുക്കൊരു വീട്ടിൽ എത്ര വേണം പാല്. ഇപ്പോൾ പാലിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പാല് മാത്രമല്ലല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും മതി നമുക്ക്. അതും പ്രത്യേകിച്ച് പാലല്ലാതെ തൈരും മോരും ഒക്കെ ആക്കുകയാണെങ്കിൽ അതിനേക്കാൾ നന്നായിരിക്കുമല്ലോ. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു നാടൻ ഭക്ഷണം തന്നെ കൊടുക്കുന്നത്, നാടൻ ഭക്ഷണം കൊടുക്കണം. നമ്മുടെ ഈ വാഴയൊക്കെ തന്നെ രാസവളം ചേർക്കാത്ത വാഴയൊക്കെയാണ്, അതൊക്കെ തന്നെ വെട്ടി കഴിയുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഒരു വലിയ സ്റ്റഡികൾ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. അതായത് ഗ്രാസ് ഫെഡ് മിൽക്ക് എന്ന് അറിയാമല്ലോ, ഗ്രാസ് ഫെഡ് മിൽക്ക് എന്നുള്ളത്. അപ്പോൾ അതുപോലെ A1 A2 പാല്, ഇപ്പം ഇതിൻ്റെ പാല് A2 ആണല്ലോ, വെച്ചൂരിൻ്റെ ആയാലും ഇന്ത്യൻ ജനുസുകളുടെ എല്ലാം തന്നെ A2 ആണ്. അപ്പോൾ അത് പറഞ്ഞു വന്നാൽ നമ്മുടെ കഴുതയുടെയും കുതിരയുടെയും ഒക്കെ A2 നമ്മുടെ ഇവിടെ ഉള്ള ഇതിൻ്റെയൊക്കെ മുലപ്പാലും A2. അപ്പോൾ ഇതൊക്കെ അങ്ങനെയാണ്. ഈ മറ്റേതെന്ന് പറയുന്നത് ഈ A2 ആണ് ആദ്യം ഉണ്ടായിരുന്ന ജീനെന്നും മറ്റേത് പിന്നെ ഒരു ലേറ്റർ സ്റ്റേജിലുണ്ടായ മ്യൂട്ടേഷനാണെന്നാണ് പറയുന്നത്. A1.
അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് ദിസ് ഇസ് ദ വൈൽഡ് വെറൈറ്റി എന്നുള്ള പോലെയാണ് പറയുന്നത്. ഒറിജിനൽ ഇതാണെന്നാണ്. മറ്റേത് അങ്ങനെ മാറിപ്പോയതാണ്. പക്ഷെ ഇപ്പോൾ ഓസ്ട്രേലിയക്കാരെല്ലാം ഏറ്റവും ബുൾസിനെയൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഏറ്റവും മിൽക്ക് ഒരുപാട് സെയിലാക്കുന്നുണ്ട്, കമേഴ്സ്യൽ സെയിലുണ്ട്. ഏറ്റവും കേൾക്കുമ്പോൾ ആളുകൾ പോകും. അതുപോലെ തന്നെ US ധാരാളം ഏറ്റവും മിൽക്ക് വിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ കടയിലൊക്കെ പോകുമ്പോൾ നോക്കും ഏറ്റവും എടുത്തുണ്ടോ. ഞാൻ മുമ്പേ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ ഗ്രാസ് ഫെഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കൺസെപ്റ്റും റിസർച്ചും ഒക്കെ ഉണ്ട്. എനിക്ക് ഈ റിസർച്ചിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ പള്ളത്തൊരു കുര്യൻ സാറുണ്ട്, അറിയാലോ, പുള്ളി അറിയാലോ അദ്ദേഹത്തിന്. അദ്ദേഹം പറയും, ഞാനൊരു ദിവസം അവിടെ ചെന്നു, അതായത് ഈ ഇതിന് നമ്പർ അടിക്കാനായിട്ടാണ് പോയത്, ഇയർ ടാഗ് ഇടാൻ പോയത്. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ കൂടെ അന്ന് ജോബിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയും, ഞാൻ എൻ്റെ പശുവിന് ഇവിടെ കാണുന്ന ഈ സാധാരണ പുല്ലല്ലാതെ വേറെ ഒന്നും കൊടുക്കുകയല്ല, പിന്നെ കഞ്ഞിവെള്ളം ഞാനങ്ങ് കമത്തി കളയുക. പച്ചവെള്ളം മതി, പച്ചവെള്ളം പുല്ലും മതി എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇതുപോലെ വെർജീനിയയിൽ നിന്നൊരു പ്രൊഫസർ ഇവിടെ വന്നിരുന്നു. അതെന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ള ആളാണ്, ഇവിടെ പഠിച്ചിരുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആ സയൻറ്റിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇമ്മ്യൂണിറ്റിയുടെ ലെവലും ഒക്കെ നോക്കുകയാണ്. ഗ്രാസ് ഫെഡ് ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, പക്ഷേ ഞങ്ങളുടെ ഇവിടെ തന്നെ പറയുന്നുണ്ട് കഞ്ഞിവെള്ളം പോലും കൊടുക്കരുത്, പുല്ലും പച്ചവെള്ളം മതി എന്നുള്ള. അപ്പം അങ്ങനെയുള്ള നമ്മൾ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ പ്രൂവ് ചെയ്ത് വരുന്നു. അത് ശരിയാണല്ലോ. ഒറിജിനൽ പശു എന്തായാലും കഞ്ഞിവെള്ളം കുടിച്ചല്ല വളർന്നേ, അല്ലേ? പശു കഞ്ഞിവെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് അധികം 12,000 വർഷമൊക്കെ ആയി കാണുള്ളൂ. അല്ല, അതുപോലെ ടീച്ചർ വേറൊരു കാര്യമുണ്ട്. ഞാൻ പണ്ട് ഈ പശുവിൻ്റെ തടിയെക്കുറിച്ച് ചില ആളുകൾ, ഇപ്പോൾ എൻ്റെ പശുവിനൊക്കെ ഒന്ന് കണ്ടേച്ചേ, ഇതിങ്ങനെ മെലിഞ്ഞിരിക്കുന്നില്ല, ഇതെന്താ ഇങ്ങനെ എല്ലരിച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കൽ ടീച്ചറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ ടീച്ചർ ഓർക്കുന്നുള്ളൂ എനിക്കല്ല. അപ്പോൾ അന്ന് ടീച്ചർ എന്നോട് പറഞ്ഞായിരുന്നു, ഇത് തടി അങ്ങനെ പശുവിന് തടിയല്ല പശുവിൻ്റെ ആരോഗ്യം. അപ്പോൾ പിന്നെ ആലോചിച്ചു, ശരിയാണ്, നമ്മൾ മനുഷ്യൻ്റെ കാര്യത്തിൽ നല്ല തടി ഉണ്ടെങ്കിൽ അയാൾ നല്ല ആരോഗ്യം ഉണ്ടെന്ന് പറയില്ല. നല്ല ആരോഗ്യം ഉണ്ടെന്ന് നമ്മൾ പറയല്ല, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് നമ്മൾ പറയുള്ളൂ. എനിക്കൊന്ന് ഈ ജീവികളെ നമ്മൾ ഈ ഇറച്ചിയുടെ ഒരു ഇതിലൂടെ കാണുന്നതുകൊണ്ടായിരിക്കും അതിനെ നമ്മൾ ഈ തടി വേണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതെ, അതുകൊണ്ടായിരിക്കും. പിന്നെ പണ്ട് കാലത്ത് മനുഷ്യരുടെ ആണെങ്കിലും നമ്മുടെ ഇവിടെ ഒന്നും ഇത്ര സുഭിക്ഷത ഇല്ലഞ്ഞ കാലത്തൊക്കെ ആണെങ്കിലും നമ്മൾ പറയില്ല, അല്പം സ്വല്പം തടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എന്തൊക്കെ ഉള്ള വീട്ടിലെയാ എന്നൊരു തോന്നല്, മറ്റേ പട്ടിണിക്കോലമായിട്ടിരിക്കുന്നു എന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ അത് ഈ പശു പ്രസവിക്കുകയും പാല് തരികയും ചെയ്യുന്ന കാലം എന്ന് പറയുന്നത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഓരോന്ന് എടുക്കുമല്ലേ. പാലായാലും ശരി, ഈ കിടാവ് വളരാനുള്ളതാണേലും ശരി. അപ്പോൾ അതിന് തടി വെക്കാൻ പറ്റുകയില്ല. ഒരു നോർമൽ റീപ്രൊഡക്ഷനും പ്രൊഡക്ഷനും ഉള്ള പശു ആണെങ്കിൽ അതിന് തടിയെ വെക്കാൻ പറ്റുകയില്ല അതിന്. അതുപോലെ ടീച്ചർ ഈ വെച്ചൂർ പശു ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതല്ലാതെ ടീച്ചർ പിന്നെ ചെറുവള്ളി പശുവിനെ ചെയ്തിട്ടുണ്ട്, കുറച്ച് കൺസേർവ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് പശുവിനെ നമ്മൾ വെച്ചൂരിനെ തുടങ്ങിയ അതേ വർഷം തന്നെയാണ് നമ്മൾ കാസർഗോഡ് പശുവിൻ്റെത് ചെയ്തത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഉണ്ട്, നമുക്കിത് വേറെ ഉണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഓരോ ഭാഗത്തും ഓരോ നാടൻ പശു പണ്ടോട്ടുള്ള ചിലതൊക്കെ ഉണ്ട്. കുറച്ചെണ്ണത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, കുറച്ചെണ്ണത്തിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഐഡൻറ്റിഫൈ ചെയ്യാത്ത പശുക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നല്ലോ, ഈ മറ്റു സമയം ഉപയോഗിക്കാവുള്ളൂ എന്ന്. അപ്പോൾ ഈ കാസർഗോഡ് ഭാഗത്തൊന്നും ഒക്കെ കാളയും ഒക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഞാൻ ആദ്യം പോകുന്ന സമയത്ത് അവിടെയും പതുക്കെ ഈ ഇത് തുടങ്ങി, വെറ്ററിനറി ഹോസ്പിറ്റലും ഒക്കെ ഇൻസ്പിറേഷൻ സെൻറ്റേഴ്സൊക്കെ തുടങ്ങിയത് കൊണ്ട് അപ്പോൾ നമുക്ക് ക്രോസ് ബ്രീഡ് ബുൾക്കാവ്സിനെയും മറ്റതിനെയൊക്കെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത്. അപ്പം നാച്ചുറലി അതിൻ്റെ ആ ഒരു ശുദ്ധി അങ്ങ് ബ്രീഡിൻ്റെ വർഗ്ഗശുദ്ധി അങ്ങ് പോവുകയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളിവിടെ കുറച്ചെണ്ണത്തിന് ഇവിടെ കൊണ്ടുവരികയും സംരക്ഷിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അവിടെ ഇപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ച് ചില ഗോശാലകളിലെല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അല്ല, അതുപോലെ തന്നെ ആളുകളെ പലയിടത്തും ഇപ്പോൾ തന്നെത്താനെ ഇങ്ങോട്ട് ഇപ്പോൾ കുട്ടമ്പുഴ പശു, മറ്റേ വില്വാതിരി പശു, അതുപോലെ ആലുവയിൽ പെരിയാർ പശു, ഇങ്ങനെ ഓരോ സ്ഥലത്തുമുള്ള പ്രാദേശിക പശുക്കൾ ഉണ്ടെന്ന് ആളുകൾ സ്വയം പറഞ്ഞു. അതിൽ ഈ ശാസ്ത്രീയ ഗവേഷണം നടന്നിട്ടില്ല. പക്ഷേ എങ്കിലും ഇവരൊക്കെ ഇങ്ങനെ അതിനെയൊക്കെ സംരക്ഷിക്കണം എന്നൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വെച്ചൂർ പശുവിനെ കാസർഗോഡ് പശുവിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചത് നമുക്ക് വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ ബ്രാനിമൽ ബ്രീഡറാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതിൽ അപ്പോൾ ആ പ്രജനനത്തിൻ്റെ ബ്രീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കി ശരിയായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇത് ചെയ്താൽ മാത്രമേ ഒരു ബ്രീഡ് നിലനിൽക്കുകയുള്ളൂ. അത് വളരെ ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലെന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് പശുക്കളുണ്ട്, അപ്പോൾ പശു ഹീറ്റായി, അപ്പോൾ അവിടെ അടുത്ത് കാളയില്ല.
അപ്പോൾ ഉടനെ മറ്റേ എക്സോട്ടിക് അനിമലിൻ്റെ ഇത് കൊണ്ടുവന്നു. അപ്പോൾ ഈവൻ ഈ വെച്ചൂരിൻ്റെ കാര്യത്തിൽ പോലും ഈ നമുക്ക് ഗവൺമെൻറ് സപ്ലൈ വരുന്നതായിട്ടുള്ള സെമൻ അവിടെ വരുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാൻ വയ്യ. അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ ഇരിക്കുന്ന പലതരം ആളുകൾക്ക്. അപ്പോൾ അവർ പറയും, ചിലർ ഗിറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ കണ്ടൊരു ഗിർക്കുട്ടിയെ കണ്ടു, ഇത് നാടനാ, ഗിർ നാടനാ. അപ്പോൾ ഇന്ത്യൻ ജനസൊക്കെ നാടനാണ് എന്നുള്ളൊരു ഇതോ അല്ലെങ്കിൽ വെച്ചൂരിൻ്റെ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടാമെന്നുള്ള ചിന്തയോ അതിനെ പറ്റിയുള്ളൊരു ഗൗരവക്കുറവോ ഒക്കെ ആയിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെവിടെ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രത്യേക ഇതിനെപ്പറ്റി പറയും, ചെറുവള്ളി ആയിക്കോട്ടെ, ചെറുവള്ളിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഡെഫിനറ്റായിട്ടൊരു ബ്രീഡിംഗ് പ്രോഗ്രാം വേണം, ഇഷ്ടംപോലെ കാളകൾ വേണം. ഇനിയും കാളകൾ അത്രയ്ക്കും അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് ഇൻസെമിനേഷൻ ആണെങ്കിൽ ഇൻസെമിനേഷൻ ചെയ്യണം. നാച്ചുറൽ സർവീസ് പാടില്ല എന്നൊന്നും ഞാൻ പറയുകയില്ല. കാരണം അതിന് ചില ദോഷങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ രോഗങ്ങൾ പടരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വരികയും പോലും നമ്മൾ ഒരു ബുള്ളിനെ നിർത്തി അത്യാവശ്യം നല്ല ഹെൽത്തി പശുവിനെയൊക്കെ ഇൻസെമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു തെറ്റ് പറയാനൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അത് വർഗ്ഗശുദ്ധിയോടെ മൾട്ടിപ്ലൈ ചെയ്ത് വന്നോളുമല്ലോ. അല്ല, ഞാനിപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കിയായിരുന്നു. ഇടയ്ക്ക് ഈ ചെറുവള്ളിയെ രണ്ടേ മൂന്നാറിലേക്ക് അങ്ങ് മാറ്റി. കാരണം ഇവിടെ ഈ വെച്ചൂരും ചെറുവള്ളി എല്ലാം കൂടെ ഇടകലർന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നം നമ്മളെപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം എന്ന് വരില്ല. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ ഇപ്പം മാറ്റി നിർത്തിയിരിക്കും. അത് നല്ലതാണ്. അങ്ങനെ ടീച്ചറെ, ഇപ്പോൾ ഇത് ടീച്ചറിൻ്റെ ലൈഫിൽ ഒരു 10-15 വർഷം ഇപ്പം എല്ലാം വളരെ സന്തോഷകരം. ഇപ്പം രാജ്യം തന്നെ അംഗീകരിച്ചു, പത്മശ്രീ തന്നു, ഇതൊക്കെ ചെയ്തു. ഏറ്റവും 2022 അപ്പോൾ ഇത് പക്ഷേ ഇത് ചെയ്തിരുന്ന ഒരു 15 വർഷം ശരിക്കും വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടല്ലോ. അപ്പോൾ ആ കാലത്തിന് ഇപ്പം ഓർക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നിപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നോ ഇത്രയധികം വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നോ ഒരു സയൻറ്റിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു അസൈൻമെൻറ്റ് ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു താല്പര്യത്തിന് പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലോടി വരാനായിട്ട് നമ്മുടെ കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുമ്പം നമ്മളിങ്ങനെ തീ ചാടാനാ പോകുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. തീർച്ചയായിട്ടും അതറിയാൻ വയ്യ. അതത്രയ്ക്കൊരു ഇതായിട്ട് ഒരു എന്തോ ഒരു ദൂഷ്യം ആയിട്ട് എടുക്കുമെന്നും നമ്മളൊരിക്കലും വിചാരിച്ചില്ല. മാത്രമല്ല പശുക്കളൊക്കെ ചാകുക എന്ന് പറയുമോ, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ചിന്തയാണ്. നമുക്കെപ്പോഴും എല്ലാത്തിനോടും ഒരു സ്നേഹം. ഏതും സംരക്ഷിക്കപ്പെടണമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ദയവും ഒരു സ്നേഹവും ഒക്കെ വേണം, എന്നെങ്കിൽ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അപ്പം അതില്ലാത്ത ആളുകളുണ്ടായിരിക്കും, അവരായിരിക്കും വന്ന് ഈ പണി ചെയ്തിട്ട് പോയതേ. അപ്പം നമ്മുടെ മനസ്സിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ സങ്കടവും ദുഃഖവും അതെങ്ങനെയെങ്കിലും ഓവർകം ചെയ്യണം, നമുക്കിതിനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മുമ്പോട്ട് പോയത്. അത് കുറച്ച് ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ഇങ്ങനെ ഈ യുദ്ധത്തിൽപ്പെട്ടാൽ ജയിക്കണമെന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. അതിനകത്ത് ഞാനതിനെ ഭാഗ്യമൊന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ബാക്കി പറയുകയാണെങ്കിൽ ദൈവാധീനം, ദൈവകൃപ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്കത് ഒരു ദൈവവിശ്വാസമുള്ള കൂട്ടത്തിൽ. അപ്പം ഞാനതിപ്പോൾ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റിൽ ഞാനത് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പോലും എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ കുഞ്ഞുങ്ങളെപ്പറ്റി പ്രാർത്ഥിക്കുന്നത് പോലൊരു വിഷയമായിരുന്നു ഇത്. അപ്പം അതിന് ഉള്ള ഒരു കാരണം അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്കതിനങ്ങനെ ഞാൻ ഈ നമ്മളൊരു യുദ്ധമെന്ന് വിചാരിക്കുന്നില്ല, എന്നാൽ പോലും ഇതൊരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിൽ തോക്കുകയല്ല. കാരണം എൻ്റെ പക്ഷത്ത് ബലവാനുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. സത്യം നമ്മുടെ പക്ഷത്താണെന്നുള്ളൊരു അതെ. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് വേണ്ടി ഇപ്പം നമ്മൾ പറയത്തില്ലേ, നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് ഉൾക്കടമായിട്ട് ആഗ്രഹിച്ചാൽ എല്ലാം നമ്മുടെ ഹോൾ എൻവയോൺമെൻറ്റ് നമുക്ക് വേണ്ടി കൺസ്പയർ ചെയ്ത് നമ്മളെ അവിടെ എത്തിക്കുമെന്നല്ലേ പറയുന്നത്. ഒരു പക്ഷേ അതുണ്ടായി കാണും. ടീച്ചറിൻ്റെ കേസിൽ അതുണ്ടായി. ചിലരുടെ കേസിൽ അത് വന്നില്ല. എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഹരി പറഞ്ഞ പോലെ ഒരു ഭാഗ്യം, ഒരു ദൈവാധീനം ഒക്കെ വേണം. നമ്മൾ കുറേ സഹിക്കുക എന്നൊക്കെയുള്ളത് ഈ ലോകത്തിലുണ്ടാകും. എന്ന് വരികിലും നമ്മൾ അവിടെ വെച്ചത് വിട്ടുകളഞ്ഞാൽ പിന്നെ അത് പോയല്ലോ. തീർച്ചയായിട്ടും അതുകൊണ്ട് തീർന്നു. ഇപ്പോൾ അത് ഒരു വിജയത്തിലെത്തിക്കാൻ പറ്റി. അത് മാത്രമല്ല, അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ അലിഗേഷൻസ് മുഴുവൻ ശരിയാണ്, അവർ വിട്ട ചോടി എന്നുള്ളതല്ലേ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റിസർച്ച് പ്രോജക്റ്റുകൾ തന്നെ ഇല്ലാതാവും. ശരിക്കും ടീച്ചർ മാത്രമല്ല നോക്കുന്നത്, ഈ നാടൻ ഒരു സാധനം ഇല്ലാതാവും. ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് വരുന്നെന്ന് പറയുന്നത് ശോശാമ്മ എന്നൊരാളിൻ്റെ തോൽവിയല്ല, ഒരു സിസ്റ്റത്തിൻ്റെ തോൽവിയാണ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ തോൽവിയാണ്. അതെൻ്റെ ഈ പറഞ്ഞ ആ സിസ്റ്റത്തിനോ ആ സ്ഥാപനത്തിനോ ഉണ്ടാകാൻ പാടില്ല. കർഷകരുടെ തോൽവിയത്. ഇന്നിപ്പോൾ ഇതുള്ളത് കൊണ്ടല്ലേ അവരുടെ ഈ കൃഷികൾ നടക്കുന്നത്. വലിയൊരു സാമ്പത്തിക മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ ഒരു പശുവിന് ഇപ്പോൾ ഉണ്ടാക്കിയ വില 50,000-60,000 രൂപ വിലയുണ്ട് ഒരു വെച്ചൂർ പശുവിന്. അതിപ്പോൾ 8,000
10,000 പശുവായി. അത് മുഴുവൻ ഒരു 90% സാധാരണ കർഷകരുടെ കയ്യിലാണ് ഉള്ളത്. ഇവിടെ മാത്രമല്ല, കോയമ്പത്തൂരിലും കുറേ പശുക്കളുണ്ട്. ഈവൻ നമ്മുടെ ഒരു ആശ്രമം ഉണ്ടല്ലോ ഉത്തരാഖണ്ഡിൽ, ഒരു ഗോശാലയാണ് അവിടെയുമുണ്ട്. അവിടെ ഇവിടുന്ന് 3 എണ്ണത്തിനെ കൊണ്ടുപോയി അവർക്കിപ്പോൾ ഒരു 8 എണ്ണം 9 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിക്കാർ തന്നെ എന്നോട് വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ വളരെ ഒരു സാധാരണ മട്ടിലിരുന്ന് പറഞ്ഞു. പക്ഷേ ടീച്ചർ പറഞ്ഞതിൻ്റെ പുറകിൽ കുറച്ച് വലിയ കാര്യങ്ങളുണ്ട്. ഈ പശുവിൻ്റെ ബ്രീഡ് ഉണ്ടായതും അങ്ങനെയുള്ള സയൻറ്റിഫിക് ഗവേഷണങ്ങളും ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായ വ്യത്യാസം എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഒരു 8,000-10,000 പശുക്കൾ, അത് ഏറ്റവും മിൽക്ക് ഉൽപ്പാദിപ്പിക്കുക അത്രയും പശു ദിവസം 20,000 ലിറ്ററെങ്കിലും ഏറ്റവും കുറഞ്ഞത് പാല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വന്നു. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പശുക്കളെല്ലാം ഒരു 10 കിലോ ചാണകം വെച്ച് മണ്ണിലിടുന്നുണ്ടെങ്കിൽ ഒരു 8,000 പശുക്കൾ 365 ദിവസം കൊണ്ട് 8-10 വർഷം കൊണ്ട് കേരളത്തിലെ മണ്ണിലുണ്ടാക്കിയ വ്യത്യാസം, ഇവിടെ ഉണ്ടായ മണ്ണിനുണ്ടായ വളക്കൂറ്, സൂക്ഷ്മജീവി, ബാക്ടീരിയ, മൈക്രോബ്സ്, ഈ വ്യത്യാസങ്ങളൊന്നും ഇതൊക്കെ ഇനി ഭാവി തലമുറ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ ഒരാളുടെ ഒരു ഇച്ഛാശക്തിയും അവരെ പിന്തുണയ്ക്കാനായിട്ട് കുറേ ആളുകൾ വന്നു. ഇത്രയും പ്രശ്നങ്ങളുള്ള സമയത്തും ടീച്ചറിൻ്റെ വിദ്യാർത്ഥികളും, ടീച്ചറിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട എബ്രഹാം വർഗീസ് സാർ, ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. 2 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഇവരുടെയൊക്കെ ഇതൊരു കൂട്ടം ആളുകളുടെ ഒരു സമരമായിട്ടാണത് പോയത്. അതിൻ്റെ മുമ്പിൽ നിന്ന് അതിന് നേതൃത്വം കൊടുത്ത് ആ വെല്ലുവിളി ഏറ്റുവാങ്ങിയ ഇത് ഒരുപക്ഷെ ഇതിലെന്തെങ്കിലും ഒരു പരിക്ക് പറ്റുകയായിരുന്നെങ്കിൽ അത് ടീച്ചറിനായിരുന്നു പ്രധാനമായിട്ടും വരിക. എന്തായാലും ടീച്ചർ ഭാഗ്യം കൊണ്ടും ചെയ്ത വർക്കിൻ്റെ ഒരു ആത്മാർത്ഥം കൊണ്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത്തരം ശാസ്ത്രജ്ഞന്മാർ കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ടീച്ചറിനെ പോലുള്ള ആളുകളെ കാണുമ്പോഴാണ്.